ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഫിഷിംഗ് വീഡിയോസിൽ നിന്ന് ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് വീട്ടിലെ മെയിൻ ഡോറിന് ഒരു സ്ലൈഡിംഗ് മൊസ്കിറ്റോ നെറ്റ് വെക്കുന്ന ഒരു ഫിക്സിംഗ് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലൈഡിംഗ് മൊസ്കിറ്റോ നെറ്റാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ പ്രൊഡക്റ്റ് കേരളത്തിലെ കണ്ണൂരിൽ നിന്നും ഇന്ത്യയിലെ എവിടെയൊക്കെ വേണമെങ്കിലും നമുക്ക് ഷിപ്പ് ചെയ്ത് കിട്ടുന്നതാണ്. അങ്ങനെയുള്ളൊരു പാക്കേജാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്ത് ജസ്റ്റ് ഇൻ 2 days നമുക്ക് ഇത് ഡെലിവറായി കിട്ടിയിരുന്നു ബാംഗ്ലൂർ അഡ്രസ്സിൽ. സോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് വാങ്ങിക്കാവുന്നതാണ്. പാക്കേജ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ ഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു ഡാമേജോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ നീറ്റായിരുന്നു. അത് നമുക്ക് ഈ അൺബോക്സിങ്ങിലൂടെ കാണാൻ പറ്റും. ഇനി ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആവശ്യമാണെങ്കിൽ അവർ ഇതിന് വീഡിയോസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ പ്രൊഡക്റ്റിൽ. പാക്കേജിലാണെങ്കിലും ഡെലിവറി ആണെങ്കിലും പിന്നെ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആണെങ്കിലും പിന്നെ ക്യാഷ് ഡീലിങ്സ് ആണെങ്കിലും പ്രൊഡക്റ്റ് വരുന്ന സമയമാണെങ്കിലും എല്ലാം കൊണ്ടും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇത് ഫിക്സ് ചെയ്യാൻ വളരെ ഈസിയാണ്. ആകെ 4 പീസസ് ആണ് വരുന്നത്. ആ 4 പീസസും ടോപ്പ് ആൻഡ് ഡൗൺ മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നമുക്കത് ഫിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് അൺബോക്സ് ചെയ്യുന്ന നേരത്ത് ഇതിൻ്റെ ടോപ്പിലും ഡൗണിലും റോപ്സ് ഉണ്ട്. അത് കട്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഈ റോപ്സ് നല്ല ഹെവി ആയിട്ടുള്ള റോപ്സ് തന്നെയാണ്. നോർമൽ കേസിലൊന്നും അത് കട്ടായി പോകുന്നില്ല. ഞാനത് വലിച്ചോക്കുകയൊക്കെ ചെയ്തു. നല്ല സ്ട്രോങ് ആയിട്ടുള്ള റോപ്സ് തന്നെയാണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈഡ് കോർണറിൽ വെക്കാനുള്ള സ്റ്റിക്കേഴ്സും പിന്നെ ഹാൻഡിൽ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് വെക്കാനുള്ള ഹാൻഡിൽസും അവർ സ്റ്റിക്കർ ഹാൻഡിൽസാണ്, അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ്. ഇതിൻ്റെ സ്റ്റിക്കേഴ്സുകളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സുകൾ തന്നെയാണ്. പിന്നെ സ്ക്രൂസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യാമെന്നൊന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് പ്രസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇതിനുള്ളത്. അതുകൊണ്ട് ഫിക്സിങ് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ ഈസി ആയിരുന്നു. ഞാനിത് ബാംഗ്ലൂരിലെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്തത് കൊണ്ടാണ് ഫിക്സിങ് ഞാൻ തന്നെ ചെയ്തത്. അതല്ലെങ്കിൽ അവർക്ക് വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ വന്ന് തന്നെ ഫിക്സ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഫിക്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ ടോപ്പ് പാർട്ട് മാത്രം ഒന്ന് ഫിക്സ് ചെയ്താൽ മതി. അതോടുകൂടിയിട്ട് ഫ്രെയിം എല്ലാം സെറ്റാവും. ഡോർ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. ഡോർ എന്ന് പറഞ്ഞത് അതിൻ്റെ നെറ്റ് മൊസ്കിറ്റോ സ്ലൈഡിങ് നെറ്റ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് സെപ്പറേറ്റ് വേറെ ഫിക്സിംഗ് ഒന്നും വേണ്ട. നമ്മൾ ആ ടോപ്പിലെ പാർട്ട് കൂടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റഡ് ആയി. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഫിക്സ് ചെയ്യാൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്ലൈ തരാം. ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇത് ഫിക്സിങ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഫിക്സിങ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഡോറിൻ്റെ അവിടെ ഫിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളിതിന് സ്ക്രൂ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫിക്സിങ് എന്ന് പറയുന്ന ഒരു പാർട്ട് മൊത്തത്തോടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇത് ഡോറിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സ്മൂത്തായിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോർ തന്നെയാണിത്. ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന നെറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നെറ്റ് തന്നെയാണ്. പെട്ടെന്നൊന്നും അങ്ങനെ ഡാമേജ് ഒന്നും വരില്ല. ഞാൻ ടച്ച് ചെയ്തൊക്കെ നോക്കി. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള നെറ്റ് തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത് പൊട്ടിക്കണം എന്ന് വെച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതേപോലെ നൈഫൊക്കെ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് കട്ടാവും. അതല്ലാതെ ചെറിയ തട്ടുമുട്ടൊക്കെ ആണെങ്കിൽ അതിനൊന്നും സംഭവിക്കില്ല. നല്ല അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി ഉള്ള നെറ്റ് തന്നെയാണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്.
ഞാനിത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കും ഉണ്ടായിരുന്ന ഡൗട്ടാണ് ഇതിൻ്റെ നെറ്റിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ റോപ്പിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അത് ഈവൻ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നേരത്തെ ഞാനിത് ഓൾറെഡി ഫിക്സ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ പ്രൊഡക്റ്റിൽ. പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഡോറിൻ്റെ ഇൻ ആൻഡ് ഔട്ട് മെഷർമെൻറ്റ്സ് ക്ലിയർ ആയിട്ട് അവർ ചോദിക്കുകയും നമ്മളത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ മെഷർമെൻറ്റ്സ് എക്സാക്ട്ലി തന്നെയാണ് നമുക്ക് പ്രൊഡക്റ്റ് അവർ ഡെലിവറി ചെയ്ത് തന്നത്. അതുകൊണ്ട് വേറെ മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കേണ്ടി വന്നില്ല. ഡയറക്റ്റ് ആ പ്രൊഡക്റ്റ് ഡോറിൻ്റെ മുമ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആ സ്ക്രൂസ് ഫിക്സ് ചെയ്യാണ് ചെയ്തത്. അതിൻ്റെ 4 സൈഡിലും സ്ക്രൂസ് വെച്ചതിന് ശേഷം ടോപ്പ് കോർണറുകളിലും ഡൗൺ കോർണറുകളിലും വെക്കാനുള്ള സ്റ്റിക്കറാണ് നമുക്ക് തന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് ഡബിൾ ടൈപ്പ് സ്റ്റിക്കേഴ്സുകൾ പോലെയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്യാപ്പാണത്. അത് നമുക്ക് അവിടെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ആ ഡബിൾ ടൈപ്പ് സ്റ്റിക്കർ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഫിക്സ് ചെയ്യുന്നതാണ്. ഇത് ഫിക്സ് ചെയ്യുന്നതിൽ ആ സ്റ്റിക്കർ മാത്രമല്ല, അതിനവിടെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. ആ പ്രൊജക്ഷൻ ആ സ്ക്രൂ കയറിയ ഹോളിലേക്ക് കയറിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റിക്കർ വിട്ടാൽ തന്നെ അതൊരിക്കലും അത് ഊരി പോരില്ല. നല്ല ടൈറ്റായിട്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഹാൻഡിലാണിത്. അതും ഒരു സ്റ്റിക്കർ ഓപ്ഷൻ തന്നെയാണ് അവർ തന്നിട്ടുള്ളത്. നല്ല ബലമുള്ള സ്റ്റിക്കർ തന്നെയാണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അത് റിമൂവ് ചെയ്തിട്ട് നമ്മൾ നേരെ അതിൻ്റെ പ്ലേസ് നോക്കിയിട്ട് അത് ജസ്റ്റ് പുഷ് ചെയ്ത് വെക്കുന്നു മാത്രം. രണ്ട് ഹാൻഡിൽസ് ആണ് അവർ തന്നിട്ടുള്ളത്. ഒരെണ്ണം ഔട്ട് സൈഡും ഒരെണ്ണം ഇൻസൈഡും വെക്കാനുള്ളത്. അത് രണ്ടും ഫിക്സ് ചെയ്യുക. അത് വെച്ചതിന് ശേഷം വളരെ ഈസിയാണ് അത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ സ്ലൈഡിങ് മൊസ്കിറ്റോ നെറ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഫിഷിങ്ങിനാണെങ്കിലും സൈക്ലിങ്ങിൻ്റെ ആണെങ്കിലും ഇങ്ങനത്തെ നമ്മുടെ സ്വന്തം വീട്ടിൽ ഫിക്സ് ചെയ്യുന്ന കുറച്ച് ഇതിൻ്റെ വീഡിയോസ് ആണെങ്കിലും
എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്